നോക്കൂ. Hope you enjoy the story Mysterious Picture. അല്ല, ഇതിന്റെ മുന്നത്തെ ട്രില്ലിന്റെ കഥ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായില്ലേ? അപ്പോ ഇവിടെ ഇനി നമ്മൾ പറയാൻ പോകുന്ന കുട്ടി, ആ കുട്ടിയും ഒരു പെയിന്റർ തന്നെയാണ്. പക്ഷെ ആ കുട്ടി പെയിന്റ് ചെയ്യുന്നത് എന്തിനാ? എല്ലായ്പ്പോഴും പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂച്ചകളെ മാത്രം. അപ്പൊ ഇതൊരു ജാപ്പാനീസ് ഫോക്ക് ടെയിലാണ് കേട്ടോ. അതായത് ജപ്പാൻകാരുടെ ഇടയിലുള്ളൊരു നാടോടി കഥ, അമ്മൂമ്മ കഥ എന്നൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടില്, അതുപോലെ. നോക്കാം, നോക്കൂ. A long time ago, in a small country village in Japan, there lived a poor farmer and his wife. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് വില്ലേജിലെ ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കൃഷിക്കാരനും അയാളുടെ ഭാര്യയും ജീവിച്ചിരുന്നു. Who were very good people. They had a number of children. They found it very hard to feed them all. അവർക്ക് ഒരുപാട് കുട്ടികളുണ്ട്. ഒരുപാട് കുട്ടികളായപ്പോൾ അവർക്ക് ഈ കുട്ടികളെ അല്ലെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ്ടേ. അതിന് അവർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. The elder son was strong enough when only 14 years old to help his father, and the little girls learned to help their mother almost as soon as they could walk. അപ്പോ മൂത്ത മകൻ വളരെ, അതായത് 14 വയസ്സാകുമ്പോഴേക്കും അവന് നല്ല ആരോഗ്യം ഉണ്ടായി. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ്റെ അച്ഛനെ സഹായിച്ചു. അതേപോലെ പെൺകുട്ടികള് അവര് നടക്കാറാകുമ്പോഴേക്കും അവര് അമ്മയെ സഹായിച്ചു. നിങ്ങൾ സഹായിക്കാറുണ്ടോ നിങ്ങളുടെ വീട്ടിലെ അച്ഛനെയും അമ്മേനെയൊക്കെ? കൃത്യം 3 നേരം സഹായിക്കാറില്ലേ? 3 നേരം? 3 നേരം കറക്റ്റായിട്ട് ചോറിന് സഹായിക്കുക. അതന്നെ, ചോറിന് സഹായിക്കുക. അവർക്ക് ഇഷ്ടാവാറുണ്ട്. എന്നിട്ട് എന്താ ഇഷ്ടാവാതിരിക്കുക അല്ലേ? നമ്മൾ ചോറുണ്ടില്ലെങ്കിലാണ് അവർക്ക് വിഷമം. അപ്പോ but the youngest child, a little boy, did not seem to be fit for the hard work. He was very cleverer than all his brothers and sisters, but he was quite weak and small. അപ്പോൾ ഏറ്റവും ചെറിയ മകൻ, വളരെ ചെറുതാണ് അവൻ കഠിനമായ ജോലി ചെയ്യാൻ പാകത്തിനായിട്ടില്ല അവൻ. പക്ഷെ അവന്റെ ഒരു പ്രത്യേകത, ഹി വാസ് വെരി ക്ലവർ, അവൻ വളരെ ബുദ്ധിമാനാ. ക്ലവറർ എന്ന് വെച്ചാൽ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമാൻ. അവന്റെ മറ്റെല്ലാ ബ്രദേഴ്സിനേക്കാളും സിസ്റ്റേഴ്സിനേക്കാളും ക്ലവറർ ആണ് അവൻ. ബട്ട് ഹി വാസ് ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മോൾ. പക്ഷെ അവന്റെ അവസ്ഥ എന്താ? ക്വൈറ്റ് വീക്ക്, വളരെ അവശനായിരുന്നു. അതുപോലെ സ്മോൾ, ചെറുതായിരുന്നു. ആൻഡ് പീപ്പിൾ ആസ്ക്ഡ് he could never grow very big, so his parent thought it would be better for him to become a priest than to become a farmer. അപ്പോ ആളുകളും പറയാൻ തുടങ്ങി, അവൻ വല്ലാതെ വലുതാവൊന്നുമില്ല, ഇവന് ആരോഗ്യമൊന്നും വല്ലാണ്ടുണ്ടാവില്ല എന്നിങ്ങനെ ആൾക്കാർ പറയാൻ തുടങ്ങിയപ്പോൾ അവന്റെ പേരൻസ്, അവന്റെ അച്ഛനും അമ്മയും വിചാരിച്ചു, ഒരു കാര്യം ചെയ്യാം, എന്നാ ഇവൻ എന്താക്കാം, ഒരു പ്രീസ്റ്റ് ആക്കാം. പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ പുരോഹിതൻ. ദെൻ ഫാർമർ, കൃഷിക്കാരനാക്കണേനും കാട്ടി നല്ലത് ഒരു പുരോഹിതനാക്കണതാണ് നല്ലതെന്ന് അവന്റെ അച്ഛനും അമ്മയ്ക്കും തോന്നി. അപ്പൊ എന്താ പുരോഹിതനായുള്ള ഗുണം എന്താ? വലിയ ആരോഗ്യമൊന്നും വേണ്ട, ഒരു പണിക്കും പോണ്ട അല്ലേ? പുരോഹിതൻ എന്ന് പറഞ്ഞാൽ എല്ലാ പള്ളിയിലെ അച്ഛൻ അല്ലാട്ടാ, എല്ലാ
ഈ എന്താ പറയാ അമ്പലത്തിലായാലും ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരില്ലേ, ശാന്തിക്കാര് എന്നൊക്കെ പറയില്ലേ നമ്മള്, പൂജാരികള്. അവർക്ക് ആ ഒരു പണി ചെയ്യാൻ വലിയ ആരോഗ്യമൊന്നും വേണ്ട. ആ അപ്പോ അങ്ങനത്തെ പണിയാണത്. അപ്പൊ അതുകൊണ്ട് they took him with them to the village temple. അവരെയും കൈ പിടിച്ചിട്ട് എവിടേക്ക് പോയി? വില്ലേജിലെ ഒരു ക്ഷേത്രത്തിൽ പോയി. One day and asked the good old priest who lived there if he would have their little boy for his acolyte and teach him that a priest ought to know. അവർ അവനെ കൈപിടിച്ച് ആ ഗ്രാമത്തിലുള്ള ചെറിയ ഒരു വില്ലേജിലേക്ക് പോയി. എന്നിട്ട് ആ വില്ലേജിൽ ചെന്നിട്ട് പുരോഹിതനോട് പറഞ്ഞു, അവനെ എന്താണ് ഫോർ ഹിസ്, അവൻ്റെ സഹായിയായിട്ട്, പരിചാരകനായിട്ട്. എക്കോലൈറ്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ പരികർമ്മി. അതായത് പൂജയ്ക്ക് നിൽക്കുന്ന മെയിൻ പൂജാരി, പൂജയ്ക്ക് ഇങ്ങനെ അതുതാ ഇതുതാ എന്നൊക്കെ പറയുമ്പോൾ എടുത്തു കൊടുക്കുന്ന ആളില്ലേ? അതന്നെ പരികർമ്മി. പരികർമ്മി എന്ന് പറഞ്ഞാല് സഹായി. കേൾക്കണ്ട? അപ്പൊ നമ്മളിപ്പോ പള്ളിയിലായാലും അമ്പലത്തിലായാലും ഒരു മെയിൻ പൂജാരി ഉണ്ടാവും, പിന്നെ കുറെ പൂജാരികള് ഈ മെയിൻ പൂജാരിനെ സഹായിക്കാനായിട്ടുണ്ടാവും, ഇല്ലേ? എന്ത് പൂജാരി? കോ പൂജാരിയാ? എന്ത് പൂജാരിയടാ? അതിനെ കോ പൂജാരി എന്ന് വിളിച്ച് കേക്കണ്ട. പൂജാരിനെ പറ്റില്ല, സിനിമാ പേരാ. എന്തായാലാവട്ടെ. അപ്പോ പൂജാരി നമ്പർ 2 അഥവാ കോ പൂജാരി അല്ലെങ്കിൽ സഹായി. ആ സഹായിയായിട്ട് അവനെ അവിടെ കൂട്ടാൻ പറഞ്ഞു. നോക്കാം, ഒരു മിനിറ്റ്. and teach him all that a priest ought to know. അത് മാത്രമല്ല, ഒരു പ്രീസ്റ്റിന് അറിയാവുന്നതെല്ലാം അവനെ പഠിപ്പിക്കാനായിട്ട് ഇവർ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു. Okay. The old man spoke kindly to the lad and asked him to some hard question. അപ്പോ ഈ പൂജാരി ഉണ്ടല്ലോ, വലിയ പൂജാരി, അദ്ദേഹം ഈ കുട്ടിയോട്, ലാഡ് എന്ന് പറഞ്ഞ കുട്ടിയോട് ഭയങ്കര ദയ കാണിച്ചു. എന്നിട്ട് അവനോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. So clever were the answer that the priest agreed to take a little fellow. അതായത് എന്തിനാ ഈ ചോദ്യങ്ങൾ ചോദിക്കണമെന്നറിയോ? He would have their little boy for his acolyte. അത് പറഞ്ഞു നമ്മൾ അല്ലേ? So clever and were the answers that the priest agreed to take the little fellow into the temple as an acolyte. അങ്ങനെ ഈ കുട്ടിയോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. നമ്മളിപ്പോ സ്കൂളിലൊക്കെ ചേർത്തുമ്പോൾ ചില സ്കൂളിൽ കുട്ടികളെ എടുക്കുമ്പോൾ അവർ ചോദ്യങ്ങളൊക്കെ ചോദിക്കും കുട്ടികളോട്, അല്ലേ? കണ്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ? അതേപോലെ. അപ്പൊ അത് എന്തിനാന്ന് ചോദിച്ചാ, ഇത്തിരി ബുദ്ധിയുള്ള ആൾക്കാരെ ഞങ്ങൾ എടുക്കുള്ളൂ എന്നാ പറയാം. അതേപോലെ തന്നെയാണ് ഈ പ്രീസ്റ്റും. ഇത്തിരി കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളാണോ എന്നറിയാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഈ കുട്ടി അതിന് മറുപടിയൊക്കെ പറഞ്ഞു. അപ്പോ അഗ്രീഡ് ടു ടേക്ക് ഹിം, അവനെ എടുക്കാമെന്ന് തീരുമാനിച്ചു. ആൻഡ് എഡ്യൂക്കേറ്റ് ഹിം ഫോർ ദ പ്രീസ്റ്റ്ഹുഡ്. എന്നിട്ടോ അവനെ വെറുതെ എടുക്കുക മാത്രല്ല, അവനെ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദികം പഠിപ്പിക്കാമെന്ന് സമ്മതിച്ചു. The boy learned quickly what the old priest taught him. അപ്പൊ ഈ വയസ്സായ പ്രീസ്റ്റ് അവൻ എന്താണോ പഠിപ്പിക്കുന്നത് അവൻ പെട്ടെന്ന് തന്നെ പഠിച്ചു. And was very obedient in most things. എല്ലാ കാര്യത്തിലും അവൻ നല്ല അനുസരണ കാണിച്ചു.
but he had on one full fault. പക്ഷെ അവൻ എന്തുണ്ടായിരുന്നു? ഒരു ഫോൾട്ട് ഉണ്ടായിരുന്നു. He liked to draw cats during study hours. അവൻ പഠിക്കുന്ന സമയത്ത് മുഴുവനും അവൻ എന്ത് ചെയ്തു? പൂച്ചകളെ വരച്ചു. And draw cats even where cats ought not to have been drawn at all. പൂച്ചകളെ വരയ്ക്കാന്ന് പറഞ്ഞാൽ ഒരു ജാതി വരയണം. അതായത് ഈവൻ വേർ കാറ്റ്സ് ought not to have been drawn at all. പൂച്ചകളെ വരയ്ക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് പോലും അവൻ പൂച്ചകളെ വരച്ചു. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മള് ചുമരുമിലൊക്കെ വരയ്ക്കുമ്പോ വീട്ടുകാര് പറയും, ഡാ വരയ്ക്കലടാ. എന്തിന്റെ അവിടെ അല്ലേ, എവിടെയൊക്കെ വരയ്ക്കാൻ പാടില്ലടാന്നൊക്കെ പറയും, വരയ്ക്കല്ലടാന്നൊക്കെ പറയും അല്ലേ. ഇത് വരച്ച് 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 സ്ഥലം തികയാതെ ഇപ്പോ വരയ്ക്കാൻ പാടില്ലാത്ത സ്ഥലത്തടക്കം വരച്ചു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു ഭ്രാന്തനെ പോലെയായി. ഫോർ ദാറ്റ് റീസൺ ഹി വാസ് നോട്ട് ക്വൈറ്റ് ഫിറ്റ് ടു ബി ആൻ എക്കോലൈറ്റ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ അവൻ നല്ലൊരു എക്കോലൈറ്റ് ആണ് ആവാൻ പറ്റിയ ആളല്ല. അതായത് വരയ്ക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ലാത്ത ചെയ്യാൻ പാടണ്ട. എ ഗുഡ് എക്കോലൈറ്റ് ഷുഡ് സ്റ്റഡി ബുക്സ്. നല്ല പരിചാരകൻ അഥവാ എക്കോലൈറ്റ് എന്താ ചെയ്യേണ്ടത്? പുസ്തകം വായിക്കുകയാണ് വേണ്ടത്. One day after he had drawn some very clever pictures of cats upon a paper screen, the old priest said to him severely, "My boy, you must go away from this temple at once. You will never make a good priest, but perhaps you will become a great artist." അപ്പോ ഒരു ദിവസം after he had drawn some very clever pictures of cats, ഒരു ദിവസം അവൻ അവന്റെ ഗംഭീരമായ ചിത്രങ്ങളെല്ലാം വരച്ചു. എന്തിനെ കുറിച്ചുള്ള ചിത്രങ്ങളാ? പൂച്ചകളെ കുറിച്ചുള്ള ചിത്രങ്ങൾ, ഗംഭീര ചിത്രങ്ങളെല്ലാം വരച്ചതിന് ശേഷം ഓൾഡ് പ്രീസ്റ്റ്, വയസ്സായ ആ പ്രീസ്റ്റ് അവനോട് പറഞ്ഞു, എന്നു പറഞ്ഞു, മൈ ബോയ്, പ്രിയപ്പെട്ട മകനെ, യു മസ്റ്റ് ഗോ എവേ ഫ്രം ദിസ് ടെമ്പിൾ. നീ ഈ ക്ഷേത്രത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് പോകണം. എന്താ കാരണം? യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്. യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്. നീ ഒരിക്കലും നല്ലൊരു പ്രീസ്റ്റ് ആവുകയില്ല. ബട്ട് പെർഹാപ്സ് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഒരു പക്ഷേ നീ നല്ലൊരു എന്താകാം? ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആവാം. നൗ ലെറ്റ് മീ ഗീവ് you a last piece of advice, and be sure you never forget it. Avoid large places at night. Keep too small. എന്താ പറയണത്? ഇനി അവസാനമായിട്ട് നിനക്ക് ഞാൻ നല്ലൊരു ഉപദേശം തരാം. and be sure, നീ ഉറപ്പിക്കുക, you never forget it. നീ തരുന്ന ഉപദേശം ഒരിക്കലും മറക്കരുത്. എന്താ അത്? avoid large places. വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക. എപ്പോ? അറ്റ് നൈറ്റ്, രാത്രി നേരത്ത് നീ ഒരുപാട് വലിയ തുറസായ സ്ഥലത്ത് കിടന്നുറങ്ങരുത്. കീപ് ടു സ്മോൾ. ഈ സ്ഥലം എന്താകണം? നീ കിടന്നുറങ്ങുന്ന സ്ഥലം എന്തായിരിക്കണം? പ്രദേശം എന്തായിരിക്കണം? വളരെ ചെറുതാണ്. The boy did not know what the priest meant by saying. ഈ പ്രീസ്റ്റ് എന്താണ് പറയുന്നതെന്ന് ഈ കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. Avoid large places, keep too small. He thought and thought. അവൻ വീണ്ടും ആലോചിച്ചു, എന്താ ഈ പറയണത്? അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ്പ് സ്മോൾ. ചെറുത് ഉപയോഗിക്കുക, വലുത് ഒഴിവാക്കുക, അങ്ങനെ പറയുന്നു. While he was trying up his little bundle of colors to go away, but he could not understand those words. അപ്പൊ അവന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു. തുണിയൊക്കെ എടുത്ത് ഒരു ബണ്ടിലാക്കി കെട്ടാക്കി, എന്നിട്ട് അതായിട്ട് പോവാൻ നിൽക്കുക. പക്ഷെ അപ്പോഴും അവര് മനസ്സിലാവില്ല. നോട്ട് അണ്ടർസ്റ്റാൻഡ്. എന്താ? ഹി വാസ് അഫ്രൈഡ്. അതായത് എന്താണ് ആ വാക്ക് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. ഹി വാസ് അഫ്രൈഡ് ടു സ്പീക്ക് ടു ദ പ്രീസ്റ്റ് എനിമോർ. അവൻ ആ പ്രീസ്റ്റിനോട് വേറെ എന്തെങ്കിലും സംസാരിക്കാൻ അവൻ എന്ത് ചെയ്തു? ഭയന്നു, പേടിച്ചു. എക്സെപ്റ്റ് ടു സേ ഗുഡ് ബൈ. അവൻ ഒരേ ഒരു കാര്യം മാത്രമാണ് ആ പ്രീസ്റ്റിനോട് പറഞ്ഞത്. എന്താ അവൻ പറഞ്ഞത്? ഗുഡ് ബൈ. He left the temple very sorrowfully.
അവൻ അമ്പലം ഉപേക്ഷിച്ചു പോയി. എങ്ങനെ ഉപേക്ഷിച്ചു പോയത്? സോറോഫുള്ളി, ദുഃഖത്തോടെ. ആൻഡ് ബിഗാൻ ടു വണ്ടർ വാട്ട് ഹി ഷുഡ് ഡു, എന്താണ് ചെയ്യുക എന്നുള്ളത് ആലോചിച്ചിട്ട് അവരിങ്ങനെ നടന്നു. If he went straight home, he felt sure his father would punish him for having been disobedient to the priest. വീട്ടിലേക്ക് പോയാൽ എന്ത് സംഭവിക്കുക? അച്ഛൻ വഴക്ക് പറയും. എന്തിനാ? ഫോർ disobedient to the priest. പ്രീസ്റ്റിനെ അനുസരിച്ചില്ല, പ്രീസ്റ്റ് പറഞ്ഞത് കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ചീത്തറയും. So he was afraid to go home. All at once he remembered that at the next village, 12 miles away, there was a very big temple. ആ നിമിഷം അവൻ പെട്ടെന്നൊരു കാര്യം ആലോചിച്ചു. എവിടെ? ഏത് കാര്യം? നിയറസ്റ്റ് വില്ലേജ്, അടുത്ത വില്ലേജിൽ, അടുത്ത ഗ്രാമത്തില് 12 miles away, 12 മൈൽ അകലെ പോയാൽ അടുത്ത ഗ്രാമത്തിലെത്തും. ആ 12 മൈൽ അകലെ പോയിട്ട് അടുത്ത ഗ്രാമത്തിലെത്തിയാൽ അവിടെ സെവറൽ പ്രീസ്റ്റ് അറ്റ് ടെമ്പിൾ, ഒരുപാട് സെവറൽ പ്രീസ്റ്റ് അറ്റ് ദാറ്റ് ടെമ്പിൾ, ആ ടെമ്പിളിൽ എന്തുണ്ട്? ഒരുപാട് വൈദികന്മാരുണ്ട് എന്ന് അവൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ അമ്പലത്തിനെ കുറിച്ച് അവൻ ആലോചിച്ചു. ആൻഡ് ഹി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ടു ഗോ ടു ദം. അവൻ അവൻ്റെ മനസ്സ് ഒരുക്കിയെടുത്തു. എന്തിനാ? ടു ഗോ ടു ദം ആൻഡ് ആസ്ക് ദം ടു ടേക്ക് ഹിം ഫോർ ദെയർ അക്വറേറ്റ്. അതായത് ഇവിടെ ഒരു പ്രീസ്റ്റ് ഉള്ളെങ്കിൽ അവിടെ ഒരുപാട് പ്രീസ്റ്റ് ഉണ്ട്. അപ്പം ഏതെങ്കിലും പ്രീസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് എന്നെ അവരുടെ അക്കോലായിട്ട് ആക്കുമോ, പരിചാരകനാക്കാമോ എന്ന് ചോദിക്കാമെന്ന് അവൻ കരുതി എന്ന് പറഞ്ഞു. എത്ര പേജായി? 2 പേജും ഒരു പാരഗ്രാഫും അല്ലേ? Now that big temple was closed up, but the boy did not know this fact. പക്ഷേ ഈ വലിയ അമ്പലത്തിന്റെ പ്രത്യേകത, ഇത് പറയുന്ന സമയത്ത്, ഇത് സംഭവിക്കുന്ന സമയത്ത് ഈ വലിയ അമ്പലം അടഞ്ഞു കിടക്കുകയാണ്. ഈ വിവരം ആർക്കറിയില്ല? കുട്ടിക്കറിയില്ല. The reason it had been closed up was that a goblin had frightened the priest away. എന്തുകൊണ്ടാണ് ഈ അമ്പലം ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നത്? കാരണം അമ്പലത്തിന്റെ അകത്ത് എ ഗോബ്ലിൻ, ഒരു ചെകുത്താൻ അല്ലേ, ഒരു ചെകുത്താൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ കളിയാക്കുന്ന, ഉപദ്രവിക്കുന്ന, കൊല്ലുന്ന ആള്. അവൻ അതിൻ്റെ അകത്ത് വന്നു. അയാള് ഈ പ്രീസ്റ്റിനെ എല്ലാം പേടിപ്പിച്ച് അവിടുന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അപ്പൊ ആരും അവിടെ പൂജ ചെയ്യാനൊന്നുമില്ല, എല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണ്. ആൻഡ് ഹാഡ് ടേക്കൻ പൊസഷൻ ഓഫ് ദ പ്ലേസ്. അങ്ങനെ ഇപ്പോൾ ആ അമ്പലം ആരുടെ കയ്യിലാ? ഗോബ്ലിന്റെ കയ്യിലാണ്. Some brave warriors had afterward gone to the temple at night to kill the goblin. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ പറയുന്നത് കുറച്ച് ധൈര്യന്മാരായ, വീരശൂരന്മാരായിട്ടുള്ള യോദ്ധാക്കള് അമ്പലത്തിലേക്ക് പോയി. എന്നിട്ട് അവർ ഗോബ്ലിനെ കൊല്ലാനായിട്ട് അവർ ശ്രമിച്ചു. ബട്ട് ദേ ഹാഡ് നെവർ ബീൻ സീൻ അലൈവ് അഗെയിൻ. പക്ഷെ അങ്ങനെ പോയ ആൾക്കാരെ പിന്നെ ആരും കണ്ടിട്ടില്ല എന്നാ പറഞ്ഞത്. എന്ന് വെച്ചാൽ അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? Nobody had ever told these things to the boy. So he walked all the way to the village, hoping to be kindly treated by the priest. പക്ഷെ അവരോട് ഈ വിവരം ആരും പറഞ്ഞില്ല. അതായത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭാഷ അവിടെ എത്തിക്കഴിഞ്ഞ് ഈ ഭാഷ പറഞ്ഞ ആൾക്ക് മനസ്സിലാവില്ല എന്നുള്ള കാര്യം ആരും പറഞ്ഞില്ല. അപ്പോ അവനെന്ത് ചെയ്തു? സോ ഹി വാക്ക്ഡ് ഓൾ ദ വേ. അവൻ ഹോപ്പിംഗ് ടു ബി കൈൻഡ്ലി ട്രീറ്റഡ് ബൈ ദ പ്രീസ്റ്റ്. എന്തായാലും അവിടെയുള്ള പ്രീസ്റ്റുകൾ എന്നെ നല്ല സ്നേഹത്തോടു കൂടി എന്നോട് പെരുമാറും, എന്നെ അവർ ജോലിക്ക് എടുക്കുമെന്നൊക്കെ കരുതിയിട്ട് അവനെന്ത് ചെയ്തു? അവിടുന്ന് യാത്ര തുടർന്നു. When he got to the village, it was already dark. അങ്ങനെ അവൻ വില്ലേജിൽ എത്തിയപ്പോൾ എന്താ കഥ? വില്ലേജിൽ ഇപ്പൊ തന്നെ ഇരുട്ടായിരിക്കണു. And all the people were in bed. എല്ലാ ആൾക്കാരും എവിടെയാ? ബെഡിലാണ്, കിടക്കുകയാണ്, ഉറങ്ങണ്. He saw a big temple on the hill at the other end of the principal street. അവൻ അവിടെ ചെന്നപ്പോ കണ്ടത് എ ബിഗ് ടെമ്പിൾ, വലിയൊരു അമ്പലം. അത് ഓൺ ഹിൽ,
ഒരു കുന്നിന്റെ മുകളിൽ അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ പ്രിൻസിപ്പൽ സ്ട്രീറ്റ്, അതായത് പ്രധാന തെരുവിന്റെ മറ്റേ അറ്റത്ത്, അതായത് പ്രധാന റോഡ് ഉണ്ടല്ലോ അതിന്റെ വേറൊരു അറ്റം വേറെ രാജ്യത്താണ്. അപ്പോ അവിടേക്ക് പോയിട്ടുള്ളതായിട്ട് അവൻ കണ്ടു. And he saw there was light in the temple. അവൻ നോക്കിയപ്പോ എന്താ കാണുന്നത്? ഈ അമ്പലത്തിന്റെ അകത്ത് ആരോ ഉണ്ട്. കാരണം അമ്പലത്തിന്റെ അകത്ത് എന്ത് കാണുന്നു? ലൈറ്റ് കാണുന്നു. People who tell the story say the goblin used to make. അപ്പോ ഈ പുരോഹിതനെ കുറിച്ചും പിന്നെന്താണ് ഈ കൊട്ടാരത്തിനെ കുറിച്ചും ഒക്കെ കഥ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് പറയുന്ന ഒരു കഥയാണ് ഇനി പറയുന്നത്. എന്താണ് ആ കഥ? People who tell the story say the goblin used to make that light in order to tempt lonely travelers to ask for shelter. അതായത് ആ വെളിച്ചം ആരുടെ സൃഷ്ടിയാണത്രേ? ആരുടെയാ? ഗോബ്ലിൻ. ഓൾഡ് ആയിട്ടുള്ള വയസ്സനായിട്ടുള്ള ഗോബ്ലിന്റെയാണ്. എന്തിനാത് ആ വെളിച്ചം? അവൻ എന്തിനാണെന്നറിയോ? ലോൺലി ട്രാവലേഴ്സ് ടു ആസ്ക് ഫോർ ഷെൽട്ടർ. വഴി തെറ്റി വരുന്ന യാത്രക്കാരുണ്ടല്ലോ, ആ യാത്രക്കാര് ഷെൽട്ടർ അല്ലേ, ഞങ്ങൾക്കൊരു കുറച്ചു നേരം ഞങ്ങൾ നിൽക്കട്ടെ, അല്ലെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചു നേരം ചിലപ്പോ നിൽക്കും. അങ്ങനെ വഴി തെറ്റി വരുന്ന ആൾക്കാർക്കുള്ളതാണ് ആ സ്ഥലം. പക്ഷെ അവിടെ വേറെ എന്താ പറയണത്? അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, ഈ കുക്കും അതുപോലെ പരിചാരകരൊക്കെ, അവരൊക്കെ ഈ വഴി തെറ്റി വരുന്ന ആൾക്കാരെ ഒന്നുകൂടി വഴി തെറ്റിക്കും. എന്ന് വെച്ചാൽ ഇവരൊക്കെ നല്ല സ്ഥലങ്ങളൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കും. ദാ അവിടെ പോയി നോക്കും, അവിടെ അതുണ്ട്, ഇവിടെ പോയി നോക്കും, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. And was quite glad to find that it had not been fastened. പക്ഷേ ഇതൊന്നും പരസ്പരം ഇവിടെ ബന്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഇവിടെ വരെത്തി നമ്മൾ. ഓക്കെ, ഓക്കെ. ഒരു പേജും കൂടി എടുക്കാല്ലേ നമുക്ക് വേണമെങ്കിൽ? നോട്ടേട്ടാ, ഈ പേജ് എടുത്ത് അവസാനിപ്പിക്കാം. രണ്ടെടുത്ത് അവസാനിപ്പിക്കാം. ഇത് അവസാനിച്ചല്ലോ അല്ലേ? 4ാമത്തെ പേജ്. ഇപ്പൊ 4 പേജ് കഴിഞ്ഞില്ല. 1, 2 ഇല്ല, 1, 2 പിന്നെ ഏതാ? 3. 3ാമത്തെ പേജ് പകുതിയായി അല്ലേ? Okay. When he got to the village, it was already dark. അങ്ങനെ അവൻ അവന്റെ സ്വന്തം ഗ്രാമത്തിൽ നിന്നും ഈ അടുത്ത ഗ്രാമത്തിലേക്ക്, ഈ വലിയ അമ്പലത്തിലേക്ക് അവൻ പോവുകയാണ്. അങ്ങനെ അവൻ ഇവിടെ നിന്ന് നടന്ന് ആ രാജ്യത്ത് എത്തുമ്പോഴേക്കും ഓൾറെഡി ഡാർക്ക്, എന്തായി? ഇരുട്ട് പരന്നിരുന്നു. And all the people were in bed. എല്ലാ ആൾക്കാരും കിടക്കയിലാണെന്ന് പറഞ്ഞ എന്തർത്ഥം? ഉറങ്ങ. ഇത് വായിച്ചാ? ഓക്കെ. അപ്പോ he thought some priest would, ഇത് പറഞ്ഞല്ലോ നമ്മൾ അല്ലേ? ഓക്കെ. he thought some priest would sure to come very soon. അപ്പൊ എങ്ങനെ ചിന്തിച്ചു? ഏതെങ്കിലും പുരോഹിതന്മാരിപ്പോ വരും, എന്നിട്ട് എന്ത് ചെയ്യും? വാതിൽ തുറക്കും എന്ന് കരുതിയിട്ട് അവൻ ചിന്തിച്ചു. ആൻഡ് he sat down. അവൻ അവിടെ ഇരുന്നു. and waited, കാത്തു. Then he noticed that everything in the temple was grey with dust. നോക്കിയപ്പോ അവൻ എന്താ കാണുന്നത്? അമ്പലത്തിന്റെ ഉള്ളിൽ എല്ലാതും പൊടി പിടിച്ച് കിടക്കുകയാണ്, പൊടി പിടിച്ച് നരച്ച കളർ. So he thought to himself that the priest would certainly like to have an acolyte to keep the place clean. അപ്പൊ അവൻ മനസ്സിലാക്കി, എന്താ ഇങ്ങനെ പൊടിച്ച് കിടക്കുന്ന സ്ഥലം അത്
വൃത്തിയാക്കുക എന്ന് പറയുന്നത് ഒരു ആക്വലൈറ്റിന്റെ ചുമതലയാണ് എന്ന് അവൻ മനസ്സിലാക്കി. ടു കീപ് ദ പ്ലേസ് ക്ലീൻ, അല്ലെ, പരിസരമൊക്കെ വൃത്തിയാക്കി വെക്കുക എന്ന് പറഞ്ഞത്. പ്ലേസ് ക്ലീൻ. ഇനി he wondered why they had allowed everything to get to so dusty. അപ്പൊ അവന് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടണില്ല. നമ്മൾ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകുമ്പോ അവിടെ കണ്ടിട്ടുണ്ട്, അവിടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനം വൃത്തിയാണ്, വൃത്തിയും വെടുപ്പും, അല്ലേ അല്ലേ. അപ്പോ അവന് ഇവിടെയാണെങ്കിൽ ഈ അമ്പലത്തിലാണെങ്കിൽ ഒക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ്. അവനപ്പൊ മനസ്സിലാവണില്ല എന്താ അങ്ങനെ പൊടി പിടിച്ച് കിടക്കാനുള്ള കാരണം. What most pleased him, however, were some big white screens good to paint cats upon. പക്ഷെ അവന് അവിടെ നോക്കിയപ്പോ ഒരു കാര്യത്തിന് അവന് ഭയങ്കര സന്തോഷമായി. കാരണം വൈറ്റ് സ്ക്രീൻസ്, നല്ല വലിയ വെളുത്ത സ്ക്രീനുകൾ എന്ന് വെച്ചാൽ മറകൾ. ആ മറകൾ എന്ന് പറഞ്ഞാൽ വെളുത്ത നിറമാണ് മറകൾക്ക്, ചുമരുകൾക്ക്. ആ വെളുത്ത ചുമരുകളിൽ എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് എന്തിനു വരയ്ക്കാം, പൂച്ചേനെ വരയ്ക്കാം. ഈ കാര്യത്തിൽ അവന് ഭയങ്കര സന്തോഷമായി. അപ്പോ though he was tired, he looked at once for a writing box. അവൻ വളരെ ക്ഷീണിതനായിരുന്നു. എന്നിരുന്നാലും അവൻ എന്താണെന്നാ പറഞ്ഞത്, ഈ ചിത്രം വരയ്ക്കുന്ന, പടം വരയ്ക്കുന്ന സാധനങ്ങളുടെ ഒരു ബോക്സ് കൊണ്ടുവന്നുണ്ട്. റൈറ്റിംഗ് ബോക്സ്, ഇൻസ്ട്രുമെന്റ് ബോക്സ് എന്നാണ് നമ്മൾ പറയാ. അപ്പോൾ അത് ആൻഡ് ഫൗണ്ട് വൺ, എന്നിട്ട് ഒരു പേന അവൻ അന്വേഷിച്ചു. ഒരെണ്ണം കിട്ടി. ആൻഡ് ഗ്രൗണ്ട് സം ഇങ്ക്, എന്നിട്ടോ നിലത്ത് കുറച്ച് മഷിയൊക്കെ വെച്ചു. ആൻഡ് ബിഗൻ ടു പെയിന്റ് ദ കാറ്റ്സ്, എന്നിട്ട് അവൻ ആ മഷി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, പൂച്ചകളെ വരയ്ക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ നമ്മൾ തൽക്കാലം ഇവിടെ വരെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇതൊന്ന് ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഉണ്ടാവുക കേട്ടോ, പ്രിപ്പോസിഷൻ അല്ല. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായ? ചെറിയ ചോദ്യങ്ങളാണ് ചോദിക്കുക. ഹു ഡ്രൂ ദ കാറ്റ്സ്, അപ്പൊ നിങ്ങൾ പറയണത് ദ ബോയ്, അതുപോലെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കേട്ടോ. ഇതിൽ നന്നായിട്ട് വായിച്ച് ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് ആൻസർ ചെയ്യാൻ തയ്യാറായിട്ട് അടുത്ത ക്ലാസ്സിൽ വരിക കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്, അല്ല ഗുഡ് ബൈ. ഗുഡ് ബൈ. ഓക്കെ, താങ്ക് യു.